ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിധിയെഴുതാനായി നമ്മുടെ കേരളക്കര ഒന്നാകെ പോളിംഗ് ബൂത്തുകളിലെ തിരക്കിലാണിപ്പോൾ അല്ലേ. ഓരോ വോട്ടർമാരും തങ്ങളുടെ വോട്ടുകളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു 48-50% അടുത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50%-ലേറെ മൊത്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ചിത്രം വേറെ തന്നെയാണ്. ഇപ്പോഴും 50% അടുത്തിട്ടേ ഉള്ളൂ. 51.2% ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം അനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു മണ്ഡലമായിട്ട്, ലോക്സഭാ മണ്ഡലമായിട്ട് പൊന്നാനി രാവിലെ മുതൽ പൊന്നാനിയിൽ ഒരു നേരിയൊരു കുറവ് തന്നെയാണ് വോട്ടിംഗിൽ അല്ലേ. പക്ഷേ ഇതിലുണ്ടാകുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടർമാരും നേരത്തെ രാവിലെ കുറേ പേര് പലയിടത്തും തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് ജുമാ സമയത്തോട് കൂടിയിട്ട് അതിൻ്റെ ഒരു മന്ദഗതിയായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എല്ലാവരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം കഴിച്ചതിനൊക്കെ ശേഷമാണ് അവരുടെ എല്ലാ പണികളൊക്കെ തീർത്തിട്ടാണ് സാധാരണ എല്ലാ ഇലക്ഷനിലും അവർ വോട്ട് ചെയ്യാൻ എത്താറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും വോട്ടിംഗ് കൂടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ രാവിലെ മുതൽക്ക് തന്നെ ഏകദേശം ഒരു 6 മണി 6:30 മുതൽക്ക് തന്നെ നമ്മുടെ വോട്ടർമാർ ഒരു പ്രത്യേക ഒരു ആവേശമുണ്ട് അല്ലേ ഇത്തവണത്തെ ഒരു ലോക്സഭ സാധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ കാണുന്ന തരത്തിലുള്ള ആവേശം ഇത്തവണ ഉണ്ട്. അതെ അതെ ഏകദേശം 7 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കാരണം ഈ വോട്ടിങ്ങിന്റെ പ്രാധാന്യത്തെ പറ്റി കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥരായാലും മറ്റു തലങ്ങളിലും ഒക്കെ വോട്ടിങ്ങിന്റെ ഒരു അവബോധം, പിന്നെ ഇന്ത്യ മുന്നണി വരേണ്ടതിൻ്റെ ഒരു ആവശ്യകതയൊക്കെ പറ്റിയിട്ടൊക്കെ ഉള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതാകാം അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നത് അങ്ങനെയാവും. പിന്നെ നൗഷാദ്, കഴിഞ്ഞ തവണ ഏകദേശം 74.98% നമ്മൾ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തവണ അത് മറികടക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു തരത്തിലുള്ള ഒരു സംസാരമൊക്കെ വരുന്നുണ്ട്. അത് കുറയാൻ സാധ്യതയുണ്ട്. അത് ഏകദേശം നമ്മുടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു തിരിച്ചടിയാവുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിലുണ്ടാവുന്നത് ഇപ്പോൾ നിലവിൽ 40% പിന്നിട്ട് കഴിഞ്ഞു. ഇനി കൂടിപ്പോയാൽ മറ്റൊരു 25-30% താഴെയായിരിക്കും ഇനി വോട്ട് രേഖപ്പെടുത്താണ്ടാവുക. കാരണം CPM ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷ വോട്ടുകളൊക്കെ കേഡർ വോട്ടുകളായതുകൊണ്ട് നേരത്തെ തന്നെ രേഖപ്പെടുത്താറാണ് പതിവ്, രാവിലെ തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുകൂടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകളാണ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവാറ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തിൽ അത്ര എത്താനുള്ള ഒരു സാധ്യത കാണുന്നില്ല. ഇത് പ്രതിഫലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രവേശനം അതിനൊരു കാരണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വന്നതോട് കൂടിയിട്ട് ഒരു ആവേശം ഉണ്ടായിരുന്നു. എല്ലാവരും തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്നു, കേരളത്തിലേക്ക് ആദ്യമായി രാഹുൽ ഗാന്ധി വരുന്നു, അങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. അതായിരിക്കാം ചിലപ്പോൾ വോട്ട് അത് തന്നെയായിരുന്നു മറ്റേ UDFൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും ഉണ്ടായത്. കഴിഞ്ഞ തവണ 1,90,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ET മുഹമ്മദ് ബഷീറിന് ഉണ്ടായിരുന്നത്. അത് ഇത്തവണ സമാധാനിക്കുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി മാറിയതും അതുപോലെ തന്നെ സമസ്തയിലെ പ്രശ്നങ്ങളൊക്കെ ഒരു തിരിച്ചടി ആവുമോ എന്നുള്ളൊരു അല്ല, സമസ്തയിൽ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി മാറിയത് അവരുടെ പാർട്ടിയുടെ ഒരു കാര്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതുകൂടാതെ ഈ സമസ്തയുടെ ഘടകം എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും. കാരണം സമസ്ത വോട്ടുകൾ പൊന്നാനി മണ്ഡലത്തിൽ കൂടുതലുമായിട്ടുള്ളത് ഇപ്പോൾ തിരൂരങ്ങാടി, കോട്ടക്കൽ, താനൂർ നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ്. അതുകൂടാതെ ഇപ്പോൾ തൃത്താല, പൊന്നാനി, തവനൂര്, തിരൂര് മണ്ഡലങ്ങളിലൊന്നും സമസ്ത വോട്ടുകൾക്ക് അത്രത്തോളം ഒരു പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ മേഖലകളിലൊക്കെ സമസ്ത എന്ന് പറയുന്നത് EK വിഭാഗമാണ്. സമസ്തയിലെ തന്നെ EK വിഭാഗത്തിൻ്റെ വോട്ടിനെയാണ് ഇപ്പോൾ ഈ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ AP വിഭാഗത്തിന് ഒരു സ്വാധീനമുള്ള മേഖലകളാണ് ഇതൊക്കെ. അപ്പോൾ പക്ഷേ ഈ സമസ്തയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗം ഈ ലീഗിനെതിരായി കുറച്ച് കാലങ്ങളായിട്ട് ടീം സമസ്ത പൊന്നാനി എന്നൊക്കെ പേരിലൊക്കെ പല പോസ്റ്ററുകളും പ്രചരണങ്ങളൊക്കെ ഗുണകരമാവുമെന്ന് നമുക്ക് അതിപ്പോ എന്തായാലും ഒരു മാസം കഴിഞ്ഞതിന് ശേഷം പറയാൻ പറ്റും. തീർച്ചയായിട്ടും. അതുപോലെ ഇനിയിപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വെയിലും അത്രയേറെ ചൂടാണ്. ഈ ഒരു സമയത്തും ആളുകൾ വന്ന് അത്ര നേരം ക്യൂ നിന്നിട്ട് വോട്ടുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സ്പിരിറ്റ് തന്നെ നമ്മുടെ പൊന്നാനിയെ സംബന്ധിച്ച് വളരെയധികം ഒരു ഉറ്റുനോക്കുന്നൊരു മണ്ഡലം തന്നെയാണ് അല്ലേ? അതെ അതെ അതെ. അതിപ്പോ കാരണം കൊടും വെയിലത്ത് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെയാണ് പല പോളിംഗ് സ്റ്റേഷനിലും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എത്ര നേരം വെയിൽ കൊണ്ട് നിന്നിട്ട് പോലും വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു എന്ന് പറയുന്നത്
അവരുടെ ഒരു വോട്ടിങ്ങിനോടും അല്ലെങ്കിൽ ജനാധിപത്യത്തോടുള്ള ഒരു താല്പര്യമായിട്ട് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഉച്ചയ്ക്ക് ജുമാ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വരുന്ന ഒരു കുറവ് നേരിയൊരു കുറവ് ചിലപ്പോൾ വൈകുന്നേരങ്ങളിലേക്കാവും. പക്ഷേ ഇപ്പോൾ ഈ ജുമാ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ വെള്ളിയാഴ്ച വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ മത പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ളവരും അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റികളൊക്കെ ജുമാ സമയം ക്രമീകരിച്ചുകൊണ്ട് വോട്ടിങ്ങിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്ന തരത്തിലാണ്. അതൊരു വലിയ ഒരു കാഴ്ച തന്നെയാണ്. അതെ അതെ അതെ. അല്ല, അത് എങ്ങനെ വന്നാലും ഈ മാറ്റം ഇപ്പോൾ LDF UDF പൊന്നാനിയിൽ ജയിച്ച് കയറിയാൽ പോലും ഇത്തരത്തിലുള്ളൊരു മതേതര മൂല്യം, ഈ വോട്ടിങ്ങിന്റെ പ്രാധാന്യം നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഈ പണ്ഡിതന്മാരുടെയും അല്ലെങ്കിൽ ഈ മഹല്ല് കമ്മിറ്റികളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ജുമാ ഉൾപ്പെടെയുള്ളതൊക്കെ വെട്ടിച്ചുരുക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് പൊന്നാനി മണ്ഡലത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ തന്നെ എല്ലായിടത്തും നല്ല ക്യൂ ആയിരുന്നു, എല്ലാവരും നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ അത് മൊത്തത്തിൽ നോക്കുമ്പോൾ സംസ്ഥാനത്ത് അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ എന്താ പറയുക 52% സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ മാത്രമല്ല രാവിലെ തന്നെ പലയിടങ്ങളിലും VVPAT പണിമുടക്കി പലതര യന്ത്ര തകരാറുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വളയംകുളത്ത്, അതുപോലെ പന്താവൂര്, പട്ടിത്തറ ഈ മേഖല പൊന്നാനിയിൽ ഉണ്ടായിട്ടുണ്ട്. പൊന്നാനി കറുകത്തിരുത്തി മദ്രസയിൽ അതുപോലെ തന്നെ അത് ഈ മോക്കോളിന്റെ സമയത്ത് വോട്ടിംഗ് മെഷീനിലെ ഇത് കട്ടായില്ല, പേപ്പർ കട്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ VVPAT യന്ത്രം എത്തിച്ചതിന് ശേഷമാണ് അവിടെ അത് തുടങ്ങിയത്. അതുകൂടാതെ ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു 2:30 സമയത്ത് നമ്മുടെ മാത്തൂർ മദ്രസയിൽ വോട്ടിംഗ് യന്ത്രം പണി മുടക്കിയിട്ടുണ്ടായിരുന്നു, ബൂത്ത് നമ്പർ 59. അത് പണി മുടക്കുകയും ഇതുവരെ വോട്ടിംഗ് പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ആളുകൾ ക്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ പ്രമുഖരായ ഒരുപാട് ആളുകൾ, അതും നമുക്ക് എടുത്തു പറയേണ്ടതാണ്, പ്രമുഖരായ ഒരുപാട് ആളുകൾ ഇത്തവണ നമ്മുടെ ഈ മേഖലയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മെട്രോമാൻ E. ശ്രീധരൻ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, താമര വിരിയുന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. പിന്നെ നമ്മുടെ MLA P. നന്ദകുമാർ MLA, അദ്ദേഹത്തിന്റെ ആലങ്കോട് ലീലാകൃഷ്ണൻ, അവരൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ പിന്നെ വേറൊരു കാര്യം, നമ്മുടെ അയിലക്കാട് ഒരു 15ഓളം കുടുംബങ്ങള് എന്താ പറയാ വോട്ട് ബഹിഷ്കരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഈ ഒരു സമയത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായി. അപ്പൊ ഞങ്ങൾ അവരുടെ ഒരു വഴി പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് അവര് അങ്ങനെ വോട്ട് ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് അറിയുന്നത്. എന്തൊക്കെയായാലും ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് സ്ഥാനാർത്ഥികളോട് താല്പര്യമില്ലെങ്കിൽ അവിടെ അതിനുള്ള ഒരു സംവിധാനമുണ്ട്, നോട്ട എന്നുള്ള ഒരു സംവിധാനമുണ്ട്. അങ്ങനെയൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. പക്ഷേ ചിലപ്പോൾ അവരുടെ അതിവൈകാരികമായ അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അതിവൈകാരികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടായിരിക്കും അവർ വോട്ട് ബഹിഷ്കരണത്തിലേക്ക് ഉൾപ്പെടെ പോയിട്ടുണ്ടാവുക എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വേറെ ഈ ഒരു തെരഞ്ഞെടുപ്പിനൊരു പ്രത്യേകതയായിട്ട് കാണുന്നത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളായാലും ചെറിയ തോതിലുള്ള ഉന്തുതളും വാക്കുതർക്കം ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ പൊന്നാനിയിലോ തവനൂരിലോ തൃത്താലയിലോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. വളരെ സമാധാനപരമായി വോട്ടിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തിരൂർ DYSP ഉൾപ്പെടെയുള്ളവരെല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തു. നേരത്തെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും വളരെ സമാധാനം. ഇപ്പോൾ പ്രശ്നബാധിത ബൂത്തുകളായ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മറ്റേ വെറും ഒരു പോലീസുകാരനും പിന്നെ അതുപോലെ തന്നെ വേറെ അവരെ സഹായിക്കാനായുള്ള ഒരു സ്റ്റാഫും മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ തൃത്താല മേഖലയിൽ മാത്രം ഹരിതകർമ്മസേനയ്ക്കെതിരെ ഒരു ആരോപണം. അതെ, അതിപ്പോ നമ്മുടെ NDA സ്ഥാനാർത്ഥി നിവേദിത അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവരതിനെതിരെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഹരിതകർമ്മസേനാംഗങ്ങൾ മറ്റേ വോട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത്. ആ പ്രശ്നം പരിഹരിച്ചതായാണ് അറിയുന്നത്. ഇതിനിടയിൽ തന്നെ ചില രസകരമായ ചില കാര്യങ്ങളുണ്ട്. വോട്ട് ചെയ്യാൻ പോയിട്ട് അവരുടെ വോട്ട് വേറെ ആർക്കോ ചെയ്തു പോയി എന്നുള്ള തരത്തിലുള്ള പൊന്നാനിയിലല്ല, എടപ്പാളിലാണത്. എടപ്പാളില് മറ്റൊരു പ്രമുഖ ഗൈനക്കോളജി ഡോക്ടർ അവർ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവരുടെ വോട്ട് ആരോ ചെയ്തു പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നേരെ തിരുവരങ്ങാടിയിൽ ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മുസ്തഫ എന്ന് പറയുന്ന ഒരാൾ അവിടെ പ്രതിഷേധമായിട്ടൊക്കെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ തിരിച്ചു പോയി എന്നാണ് അറിയുന്നത്, ഈ ഡോക്ടർ. അപ്പോൾ ഡോക്ടർമാർക്ക് വരെ രക്ഷയില്ല. ഇന്നലെ ഇപ്പോൾ നമ്മൾ വാർത്ത കൊടുത്തതാണ്, പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പോലും വോട്ടില്ലാത്ത ഒരു സ്ഥിതി. അത് മനഃപൂർവ്വമാണോ അല്ലേ എന്നൊക്കെ കണ്ടറിയണം. എന്തായാലും എല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ തൃത്താല പൊന്നാനി മേഖലകളിലൊക്കെ തന്നെ തവനൂർ മണ്ഡലം 40%-ലധികം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി എന്തായാലും
വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിൽ കൂടാം. പൊന്നാനിയും ഈ കുറവ് കാണിച്ചത് അത് പരിഹരിക്കാം. അതെ, ചിലപ്പോ ഈ കൊടും ചൂടൊന്ന് ശമിച്ചതിന് ശേഷം വൈകുന്നേരം എല്ലാവരും കൂട്ടത്തോടെ ബൂത്തിലേക്ക് എത്തുന്ന, അങ്ങനെയാകുമ്പോൾ ഏകദേശം 6 മണി എന്നുള്ള സമയം നീളും, രാത്രി വരെ വോട്ടെടുപ്പ് നീണ്ടുപോകും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല ബൂത്തുകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം 7 മണി കഴിഞ്ഞിട്ടൊക്കെ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട്. അത്തരത്തിൽ വോട്ടെടുപ്പ് എങ്ങനെയൊക്കെ ആയാലും ജനാധിപത്യത്തിൽ വോട്ട് എന്ന് പറയുന്നത് നിർണായകമായ ഒരു കാര്യമാണ്. അത് രേഖപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാ പാർട്ടി എല്ലാവരും LDF, UDF, BJP സ്ഥാനാർത്ഥികളൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ്. ഈ പ്രതീക്ഷയ്ക്കൊക്കെ വിരാമമാണെങ്കിൽ ഇനിയും 1.5 മാസത്തോളം കാത്തിരിക്കണം. അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ വിധി അറിയാൻ കാത്തിരിക്കാം അല്ലേ? എന്തായാലും ഒരു ശുഭകരമായ ഒരു വിധിയും അതുപോലെ തന്നെ ഒരു ഇന്ത്യയുടെ ഒരു പുതിയ ഭരണ നേതൃത്വവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.